ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പനീർ വെച്ചൊരു അച്ചാറാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി 500 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലെണ്ണയാണ് എടുക്കേണ്ടത്. ടേസ്റ്റ് അതാണ്. പിന്നെ മറ്റെണ്ണകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറൊക്കെ മേളിൽ നല്ല പൂപ്പലാവും. അപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊരു ചുമന്ന കളർ വന്നേടം വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം. ഇത് നമ്മൾ ശരിക്കും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. ഇത് നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി കോരി എടുക്കാം. ആ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. 5 കഷ്ണം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇടാം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. ഇപ്പം ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കാം. ഇപ്പം ഈ വെള്ളം ചെറുതായിട്ട് തിളച്ചു തുടങ്ങി. ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പം നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പനീർ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായം പറയുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.